വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു കലാകാരിയാണ് അൽവിയ. അൽവിയ ഒരു കൊച്ചു കലാകാരിയാണെങ്കിലും ഈ ചെറിയ പ്രായത്തിനുള്ളിൽ നേടിയ നേട്ടങ്ങളൊക്കെ വളരെ വലുതാണ്. 6 വേൾഡ് റെക്കോർഡ്സാണ് ആൽവിയ കരസ്ഥമാക്കിയിരിക്കുന്നത്. നന്നായി ചിത്രം വരയ്ക്കും, നന്നായി എഴുതും 4 ഭാഷകളിൽ, പിന്നെ നന്നായി വായിക്കും. അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് ആൽവിയയ്ക്ക്. ആൽവിയയുടെ മെയിനായിട്ടുള്ളൊരു കഴിവെന്ന് വെച്ചാൽ 2 കൈയും ഒരേ സമയം 2 കൈ ഉപയോഗിച്ചും ആൽവിയ എഴുതും. 4 ഭാഷകളാണ് ആൽവിയ എഴുതിയിട്ടുള്ളത്. ഇതിനൊക്കെ റെക്കോർഡ്സ് ആൽവിയ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആൽവിയയുടെ വിശേഷങ്ങളാണ് ഇന്ന് വേരുകളിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആൽവിയയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരേ സമയം ഏറ്റവും വേഗത്തിൽ 2 കൈകൾ കൊണ്ടും എഴുതിയും വരച്ചും 6 ലോക റെക്കോർഡുകൾ നേടിയിരിക്കുകയാണ് അൽവിയ ലിജോ മറിയം എന്ന കൊച്ചുമിടുക്കി. UAE-യിൽ നഴ്സുമാരായ സുൽത്താൻ ബത്തേരി സ്വദേശികൾ ലിജോയുടെയും ബിൻസിയുടെയും 4 മക്കളിൽ മൂത്ത കുട്ടിയാണ് അൽവിയ. അൽവിയയുടെ കഴിവുകൾ അറിയുംതോറും ആരുമൊന്ന് അത്ഭുതപ്പെടും. Hello everyone, my name is Alviya Lijo Mariam. I'm studying in 3rd standard. My school's name is Habitat School. It is located in Ajman, Al-Jarf. My hobbies are reading, drawing, coloring, and most of all, I have a special talent. My talent is very special. I can write and draw with both hands at the same time. അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിലെ 3ാം ക്ലാസ്സുകാരിയായ അൽവിയ ഒരേ സമയം 2 കൈകൾ കൊണ്ട് എഴുതുകയും വരയ്ക്കുകയും ചെയ്യും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അറബിക് തുടങ്ങി 4 ഭാഷകളാണ് അൽവിയ എഴുതുക. ആദ്യം ഇംഗ്ലീഷിലും അറബിയിലും എഴുതി തുടങ്ങിയ അൽവിയ പിന്നീട് മാതാപിതാക്കളുടെ സഹായത്തോടെ മലയാളത്തിലും ഹിന്ദിയിലും എഴുതി തുടങ്ങി. അങ്ങനെ 6 വയസ്സിനുള്ളിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് UK, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം 6 ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോ എന്നാണ്. ഞാൻ ആൽവിയയുടെ ഫാദറാണ്. ഇത് ആൽവിയയുടെ മദർ ബിൻസി ബേബി. ഇത് ഞങ്ങളുടെ 3ാമത്തെ മോനാണ്. ഞങ്ങൾക്ക് 4 മക്കളാണ്. 4 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് ആൽവിയ. ആൽവിയയ്ക്ക് ഇപ്പം നിലവിൽ 6 റെക്കോർഡുണ്ട്. അത് 6 റെക്കോർഡ് കിട്ടിയത് 2 കൈ കൊണ്ട് ഒരേ സമയം എഴുതുവാനും ഡ്രോയിങ് ഒക്കെ ചെയ്യാനുമാണ് സാധിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് UK, പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ കലാം ബുക്ക് ഓഫ് റെക്കോർഡ്. അത്രയാണ് നിലവിലുള്ളത്. ഞങ്ങൾ UAE-യിലാണ് താമസിക്കുന്നത്. ഫാമിലി ആയിട്ട് അവിടെയാണ് താമസിക്കുന്നത്. മോള് ഹാബിറ്റാറ്റ് സ്കൂൾ അൽജർഫിലാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിൽ ആണ് ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ വേറെ 3 മക്കളും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽ 4 പേരാണുള്ളത്. അൽവിയയുടെ കഴിവുകൾക്ക് മികച്ച സപ്പോർട്ടാണ് മാതാപിതാക്കൾ നൽകുന്നത്. ഈ പ്രോത്സാഹനമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച നേട്ടം കരസ്ഥമാക്കാൻ അൽവിയയ്ക്ക് സാധിച്ചതും. ആദ്യമായിട്ട് മോള് 2 കൈ കൊണ്ട് എഴുതുന്നത് കണ്ടത് ബാൽക്കണിയിലിരുന്ന് എന്തോ പേപ്പറിൽ കുത്തി വരയ്ക്കുന്നതാണ്. അപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് അമ്മയെ നോക്കി ഞാൻ എന്തോ 2 കൈ വെച്ച് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആദ്യം എന്തിനാണ് പേപ്പറൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ നേരത്ത്
ഞാൻ ജസ്റ്റ് പറഞ്ഞു മോളിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്, അതാണ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വലിയൊരു ടാലൻ്റാണ്, അതൊന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് നല്ലൊരു നിലയിൽ, അതായത് റെക്കോർഡ്സൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് ഇതിനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പയ്യൊന്ന് ട്രെയിൻ ചെയ്തു. അങ്ങനെ ഇപ്പോൾ മോൾക്ക് 6 റെക്കോർഡുണ്ട്. ഞങ്ങൾ ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് നോക്കിയത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 ദിവസം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രമാണ് ആദ്യം ഞങ്ങൾ ശ്രമിച്ചത്. അതിന് ശേഷമാണ് 4 ഭാഷകളിലുള്ള അക്ഷരമാലകൾ എഴുതി പിന്നെ റെക്കോർഡ് എടുത്തത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 6 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. 2020 മാർച്ചിൽ ഗിന്നസ് പിള്ളേരുടെ കാറ്റഗറി ബിലോ 11 കാറ്റഗറിയിലുള്ള ഗിന്നസ് റെക്കോർഡിൽ പിള്ളേരുടെ കാറ്റഗറിയിലുള്ളത് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു, ഇൻഡിവിജ്വൽ ഈവൻറ്റ്സ്. പിന്നെ നമുക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി നോക്കിയപ്പം ഇങ്ങനെ 2 കൈ കൊണ്ട് എഴുതുന്ന റെക്കോർഡ് ആരും ചെറിയ വയസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റെക്കോർഡ് അവർ ആപ്ലിക്കേഷൻ എടുക്കാൻ തുടങ്ങുമ്പം ഞങ്ങൾ അതിന് ശ്രമിക്കുന്നതാണ് ഗിന്നസ് റെക്കോർഡിൻ്റെ. Hello dear friends, let's read a bedtime story. This is The Very Hungry Caterpillar by Eric Carle. It's the best funny bedtime story for little ones. In the light of the moon, a little egg lay on a leaf. One Sunday morning, the warm sun came up and pop! Out of the egg came a tiny and very hungry caterpillar. He started to look for some food. On Monday, he ate through 1 apple, but he was still hungry. On Tuesday, he ate through 2 pears, but he was still hungry. On Wednesday, he ate through 3 plums, but he was still hungry. On Thursday, he ate through 4 strawberries, but he was still hungry. On Friday, he ate through 5 oranges, but he was still hungry. My, will he ever stop eating? On Saturday, he ate through 1 piece of chocolate cake, 1 ice cream cone, 1 pickle, 1 slice of Swiss cheese, 1 slice of salami, 1 lollipop, 1 piece of cherry pie, 1 sausage, 1 cupcake, and 1 slice of watermelon. That night, he had a stomachache. Uh-oh. The next day was Sunday again. The caterpillar ate through 1 nice green leaf, and after that, he felt much better. Now he wasn't hungry anymore, and he wasn't a little caterpillar anymore. He was a big, fat caterpillar. He built a small house called a cocoon around himself. He stayed inside for more than 2 weeks. Then he nibbled a hole in the cocoon, pushed his way out, and he was a beautiful butterfly. Did you like it, my dear friends? It was a really nice story. I thought he would never stop eating, but he did. And he became a beautiful butterfly. I wonder how. Have any idea? വായനയും അൽവിയയുടെ പ്രധാന വിനോദമാണ്. കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം അൽവിയ അനായാസം വായിച്ചു തീർക്കും. ഇങ്ങനെ വായിച്ചു തീർക്കുന്ന ബുക്കുകളുടെ ഉള്ളടക്കങ്ങളും വരകളും പരിചയപ്പെടുത്താൻ അൽവിയാസ് വണ്ടർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലും ഈ കൊച്ചുമിടുക്കിക്കുണ്ട്. ചെറുപ്പം മുതൽ അൽവിയയ്ക്ക് കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ആദ്യമൊക്കെ കഥകൾ അമ്മ ബിൻസി വായിച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. പിന്നീട്
വായിക്കാൻ പഠിച്ചതോടെ സ്വന്തമായി വായന തുടങ്ങിയതോടെ പുസ്തകങ്ങളോടുള്ള സ്നേഹവും ഇരട്ടിച്ചു. She persisted. 13 American Women Who Changed the World. Written by Chelsea Clinton and illustrated by Alexandra Berger. Sometimes being a girl isn't easy. At some point, someone probably will tell you no, will tell you to be quiet, and may even tell you your dreams are impossible. Don't listen to them. These 13 American women certainly did not take no for an answer. They persisted. Harriet Tubman was born a slave, and her story could have ended there. Instead, she persisted, escaping from slavery and becoming the most famous conductor on the Underground Railroad. She risked her life many times to lead countless slaves to freedom, including her family, friends, and strangers. Every person she led to freedom arrived safely. I should fight for my liberty as long as my strength lasted. Once, Helen Keller became blind and deaf as a toddler. Few people thought she'd be able to learn to read, write, or speak, but she persisted. Helen learned how to do all three and not only became the first person with deaf blindness to graduate from college, but she used her story to help fight for more opportunities for people with disabilities in the United States and around the world. One can never consent to creep when one feels an impulse to soar. After her family fled poverty and the threat of violence in Ukraine for a new home in New York City, Clara Lemlich got a job working at a garment factory. She wrote that the factory's conditions made women into machines, and so she persisted, organizing picket lines and strikes that ultimately helped win better pay, shorter hours, and safer working conditions for thousands of workers, both women and men. I am one of those who suffers from the abuses described here, and I am moved that we go on a general strike. Nellie Bly became a reporter in part because a male writer had said that working women were a monstrosity, and she wanted to prove that women could do anything. At times putting her safety at risk, she persisted throughout her career in exposing real monstrosities, pretending to be a sweatshop worker and a patient in a mental hospital to show how badly people were being treated. I have never written a word that did not come from my heart. I never shall. Inspired from an early age by her brother's childhood illnesses, Virginia Apgar was determined to be a doctor long before many girls had such dreams. Even though she qualified to be a surgeon, the male head surgeon at her hospital discouraged her because she was a woman. Nevertheless, she persisted, becoming an anesthesiologist and creating the Apgar score to test a newborn baby's health, which hospitals all over the world still use today. Nobody is going to stop breathing on me. പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് വായിച്ചു തീർക്കാതെ നിലത്തുവെക്കില്ല അൽവിയ. വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ അൽവിയയ്ക്ക് മനഃപ്പാഠമാണ്. ഒരു മിനി ലൈബ്രറി തന്നെ
മകൾക്കായി ഒരുക്കിയിരിക്കുകയാണ് മാതാപിതാക്കൾ. മോൾ എഴുതുന്നത് കൂടാതെ മോളുടെ പ്രധാനമായിട്ടും മോളുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ ബുക്സ് വായിക്കുന്നതാണ്. അതായത് ബുക്സ് വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഒരു 3.5-4 വയസ്സ് മുതൽ ബുക്സിനോട് ഒരുപാട് ഇഷ്ടവും വായിക്കാൻ ഒരുപാട് താല്പര്യവും കാണിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ കഥപുസ്തകങ്ങൾ തുടങ്ങി ഇപ്പം വലിയ നോവൽസിലേക്ക് ഫിക്ഷൻ, സയൻറ്റിഫിക് ഫാക്ട്സ് അങ്ങനെയുള്ള ബുക്കൊക്കെ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1000-1200 അടുത്ത് പുസ്തകങ്ങൾ നമ്മളുടെ കയ്യിൽ UAE ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുസ്തകങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ടും അതിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടൊക്കെ മേടിച്ച് കൊടുക്കൽ കുറവാണ്. പിന്നെ ഒരുപാട് പേര് ഗിഫ്റ്റ് ചെയ്യും, ഗിഫ്റ്റായിട്ട് കൊടുക്കും. നാട്ടിൽ വരുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ബുക്സ് പല സ്ഥലത്തുനിന്നും കിട്ടുന്നതൊക്കെ സ്വന്തക്കാർ, അനിയന്മാരൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ബുക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി ചെറിയ ചായയൊക്കെ കുടി കഴിഞ്ഞാൽ പിന്നെ ബുക്സിലേക്ക് കിടക്കുകയാണ്. വായനയാണ് പ്രധാനം. വായിച്ചു കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണി ബുക്സ് വായിച്ച് തീരുന്നത് വരെ അവരുടെ സമയമാണ്. അതുവരെ ആ ബുക്ക് വായിച്ച് തീർന്നിട്ടേ പിന്നെ ഉറങ്ങാറുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളും വായനയിൽ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളും ക്യാൻവാസിൽ പകർത്തുന്ന അൽവിയയ്ക്ക് എഴുത്തിനോടും പ്രിയമാണ്. മികച്ച സപ്പോർട്ടാണ് കുടുംബം അൽവിയയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള അന്ധരായ വിദ്യാർത്ഥികൾക്കായി ഹിഡൻ വോയിസസ് എന്ന ചാരിറ്റി സംഘടനയിലൂടെ പുസ്തകം വായിച്ചു കൊടുക്കാറുമുണ്ട് അൽവിയ. കമ്പ്യൂട്ടറിലും ഫോണിലും ഒതുങ്ങുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വായനയുടെയും വരകളുടെയും എഴുത്തിന്റെയും ലോകത്ത് തിരക്കിലാണ് ഈ കൊച്ചുമിടുക്കി. അൽവിയയുടെ കഴിവുകളും അൽവിയയുടെ ഇൻട്രസ്റ്റുകളും ഒക്കെ നമ്മൾ ഈ ആഴ്ച വരികളിലൂടെ കണ്ടു. അൽവിയ എന്ന് വെച്ചാൽ പിന്നെ നന്നായി പെയിൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ നന്നായി വരയ്ക്കും. 2 കൈകൾ കൊണ്ടും ഒരേ സമയം അൽവിയയ്ക്ക് എഴുതാൻ കഴിയും. അൽവിയയുടെ വിശേഷങ്ങളാണ് ഈ ആഴ്ച വരികളിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടത്. വരികളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കലയുമായി വീണ്ടും കാണാം.